വല്ലാത്ത ഭീതി. അതേക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. എന്ത് ചുറുചുറുക്കോടെ നടന്ന കുട്ടിയെ ഇപ്പോഴിതാ ഭക്ഷണത്തോട് മടുപ്പ്, അഥവാ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ ഛർദി, എപ്പോഴും ഛർദിക്കണമെന്ന തോന്നൽ, ഇടയ്ക്കിടയ്ക്ക് പനി എന്ന് വേണ്ട, വാടി തളർന്ന് ഒരു ഉന്മേഷവുമില്ലാതെ ക്ഷീണം, എപ്പോഴും ചുരുണ്ടുകൂടി കിടപ്പ്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഏത് പരീക്ഷ വന്നാലും, ക്ലാസ്സിലെ ഏത് പരീക്ഷയായാലും, മത്സര പരീക്ഷകളായാലും, കലോത്സവങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നാലും, കായികമേളകളിൽ പങ്കെടുക്കേണ്ടി വന്നാലും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. എല്ലായിടത്തും ഒന്നാമനായി വരേണ്ട കുട്ടി എന്താ ചെയ്യുക? ഇങ്ങനെ വരേണ്ട ഒരു കാരണവുമില്ല. ആരോ കൂടോത്രം ചെയ്തതാണ്. ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, വഴിപാടുകൾ കഴിക്കുന്നുണ്ട്, മനംനൊന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഈശ്വരൻ എൻ്റെ കുട്ടിയെ രക്ഷിക്കട്ടെ. അമ്മ അങ്ങനെ ഈശ്വരനിൽ ആശ്വാസം കണ്ടെത്തുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ കൂടോത്രം ചെയ്തത് ആരായിരിക്കാം? പരീക്ഷയുടെ അല്ലെങ്കിൽ മത്സരങ്ങളുടെ തീയതി അറിഞ്ഞ ദിവസം മുതൽ വെപ്രാളം കൂടുതൽ തുടങ്ങിയത് അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് തുടങ്ങിയ വെപ്രാളം കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള വെപ്രാളവും തത്രപ്പാടുമാണ് അവിടെ കാണുന്നതൊക്കെ. കുട്ടി ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം മതിയാകുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ വിളിച്ചുണർത്തി പഠിക്കാൻ ഇരുത്തണം എന്നത് അമ്മയുടെ ആഗ്രഹം, നിർബന്ധം, ആവശ്യം ഒക്കെയാണ്. പോയി ഒന്ന് വിളിച്ചു, കുട്ടി ഉണർന്നില്ല. വീണ്ടും വന്നു, ഒന്നുകൂടെ വിളിച്ചു, അപ്പോഴും ഉണർന്നില്ല. ഉണർന്നോളും എന്ന് വെച്ചിട്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. പക്ഷെ വീണ്ടും വിളിച്ചപ്പോഴും കുട്ടി ഉണർന്നിട്ടില്ല. വന്നു നോക്കിയപ്പോൾ കുട്ടി മൂടി പുതച്ച് തലവഴി പുതപ്പ് വിട്ട് ചുരുണ്ടുകൂടി വീണ്ടും കിടക്കുന്നു. ഇതാണോ പരിപാടി? നിന്നെ ഞാൻ തല്ലി കൊല്ലത്തേ ഉള്ളു. കുട്ടി ഓടിപ്പിടഞ്ഞ് അടുത്ത മിനിറ്റിൽ ടോയ്ലറ്റിലെത്തി. ഇനി അവിടെ കുത്തിയിരുന്ന സമയം കളയാതെ പെട്ടെന്ന് ഇറങ്ങി വന്നോണം. ടോയ്ലറ്റിലും സ്വൈരമില്ല എന്ന് ചുരുക്കം. അല്ലെങ്കിൽ നിന്നെ ഞാനങ്ങ് ശരിയാക്കത്തേ ഉള്ളൂ. അവിടെ ഇരുന്ന് ഇനിയുള്ള സമയം അവിടെ ഇരുന്ന് കളയാനാണെങ്കിൽ. കുട്ടി വന്നു. ശരി, ഇന്നലെ എഴുതിയതെല്ലാം മൊത്തത്തിലൊന്ന് പഠിക്കണം. അതിന് ആദ്യം മൊത്തം ഒന്ന് വായിക്കേ, പിന്നീട് ഓരോരോ സെൻറ്റൻസായിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി ഒരു കാപ്പിയും കൊണ്ട് കൊടുത്ത് ഓരോന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് വായിച്ചോളണം, ഇനി സമയം കളയരുത് എന്നൊക്കെ കുറേ ഒരുപിടി ഉപദേശങ്ങളും കൊടുത്തിട്ട് പോയി. നന്നായിട്ട് പഠിക്കണം, ഒരു തെറ്റും കൂടാതെ പറയേണ്ടതാണ്, നന്നായിട്ട് എഴുതി മാർക്ക് വാങ്ങിക്കേണ്ടതാണ് തുടങ്ങിയുള്ള ആവശ്യങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അങ്ങനെ തുരെ കൊടുത്തിട്ട് പോയി. കുട്ടി പഠിക്കുകയാണല്ലോ എന്ന സമാധാനത്തോടെ അല്പസമയം കഴിഞ്ഞു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും സമാധാനമില്ല. ഒന്നുകൂടെ നോക്കിക്കളയാം. ഒന്ന് പോയി നോക്കിയപ്പോഴോ കുട്ടി അവിടെ നിന്ന് ഗെയിം കളിക്കുക. ഇതാണോ നിന്റെ വേല? നിന്നെ ഞാൻ ഇപ്പോഴങ്ങ് ശരിയാക്കത്തേ ഉള്ളെന്ന് പറഞ്ഞിട്ട് കയ്യും ചുരുട്ടിക്കൊണ്ടൊക്കെ ചെന്ന് ഞാൻ എന്തു പാടുപെട്ടതാണ്. പരീക്ഷ തുടങ്ങിയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ഉറക്കം വന്നിട്ടില്ല, ബാക്കിയുള്ളവർക്ക് ടെൻഷൻ കൊണ്ട് സഹിക്കാൻ വയ്യ, അവനിത് വല്ലതും അറിയണോ എന്ന് വേണ്ട. ആക്രോശങ്ങളുടെ, ശകാരങ്ങളുടെ, നിർദ്ദേശങ്ങളുടെ ഒക്കെ തോരാ മഴ കുറേ സമയത്തേക്ക് അങ്ങനെ നിന്നു. കുട്ടി വീണ്ടും പുസ്തകം എടുക്കുന്നുണ്ട്. പക്ഷെ ആ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ആരും ചിന്തിക്കുന്നുമില്ല, ആർക്കും അറിയുകയും വേണ്ട. ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കുട്ടിയുടെ പ്രശ്നം ആരുണ്ടാക്കിയതാണ്? കുട്ടി ഉണ്ടാക്കിയതോ വല്ലവരും കൂടോത്രം ചെയ്തതോ എന്തോ അറിയില്ല. കുട്ടിയുടെ കഴിവിൽ അമ്മയ്ക്ക് അമിതമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്,
എവിടെയും ഒന്നാമനായി വരേണ്ട കുട്ടിയാണ്. പിന്നെ ആരോ ചെയ്ത തെറ്റുകൊണ്ടാണ് കുട്ടിക്ക് വയ്യാതെ വരുന്നത്. അല്ലാതെ കുട്ടി ഒരു പ്രശ്നവും ഉള്ള ആളല്ല. കുട്ടിയുടെ കഴിവും അമ്മയുടെ ആഗ്രഹവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന കാര്യം അമ്മ അറിയുന്നില്ല. പിന്നെ വിജയത്തിൽ അമ്മയ്ക്ക് ഭയങ്കര ഉത്കണ്ഠയാണ്. വിജയിച്ചേ മതിയാവൂ, മറ്റാരും ജയിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി അതിനൊക്കെ അപ്പുറം ജയിച്ചു വരണം എന്നത് ആഗ്രഹം. ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷ പേടിയിൽ തുടങ്ങി കുട്ടിക്ക് പനി, വയറുവേദന, ദഹനക്കേട്, ഉയർന്ന രക്തസമ്മർദ്ദം, വിറയൽ തുടങ്ങിയ ശരീര ലക്ഷണങ്ങൾ വരെ കണ്ടു തുടങ്ങുന്നു. അപ്പോഴും ക്ഷേത്രങ്ങളിൽ പോക്കും കൂടോത്രവും അതും ഇതുമൊക്കെ തന്നെ അമ്മയുടെ മനസ്സിൽ. പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ കുട്ടിക്ക് ആകെ വെപ്രാളം. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടാറാകുമ്പോഴത്തേക്കും കൈ വിറയ്ക്കുന്നു, കൈ വിയർക്കുന്നു, ആകെ ശരീരം മരവിക്കുന്നത് പോലെ, തണുത്തുറഞ്ഞു വരുന്നത് പോലെ. അങ്ങനെ നിൽക്കുമ്പോൾ ചോദ്യക്കടലാസ് കയ്യിൽ കിട്ടി ഇരുന്ന് ചോദ്യം നോക്കുന്ന അവസ്ഥയിൽ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞേ കുട്ടി നോർമൽ അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൂ. ഇവിടെ സംഭവിച്ചത്, കുട്ടി നന്നായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, അവൻ്റെ കഴിവിനനുസരിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്കിലും വലിയ മാർക്കേ കിട്ടാവൂ, ഉയർന്ന മാർക്കേ കിട്ടാവൂ എന്നതും ഞാൻ ചെയ്ത പ്രിപ്പറേഷൻസിൽ അത് ഒതുങ്ങുമോ എന്ന സംശയവും എല്ലാം കൂടി ചേർന്ന് കുട്ടിയുടെ മനസ്സിനകത്ത് ഒരു ആന്തരിക പീഡ തന്നെ ഉണ്ടായി. ഈ ആന്തരിക പീഡ ഇത് ചോദ്യപേപ്പർ കിട്ടുന്നതിന് മാത്രമല്ല, പരീക്ഷാ ഹാളിൽ നിന്നൊക്കെ വന്നിട്ട് മാർക്കുമായിട്ട് ടീച്ചർ വരുന്നു. ഉത്തരക്കടലാസിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും തുടങ്ങും പഴയ അവസ്ഥ. വിറയിലാണോ, മരവിപ്പാണോ, വിയർപ്പാണോ, തണുപ്പാണോ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ കുട്ടി വല്ലാത്തൊരവസ്ഥയിലാകുന്നു. മാർക്കൊക്കെ ശരിക്കും കാണാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നും അറിയാമെങ്കിൽ പോലും ഏതോ എന്നുള്ള വെപ്രാളം അങ്ങനെ കുട്ടിക്ക് വന്നിട്ട് അത് പലതരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങൾ പോലും പ്രകടിപ്പിക്കത്തക്ക തരത്തിലേക്ക് മാറി. ഈ ആന്തരിക പീഡ മനസ്സിലെ സംഘർഷമായി, സംഘട്ടനമായി, ആഗ്രഹവും ആവശ്യവും യാഥാർത്ഥ്യവും തമ്മിൽ ഉള്ള സംഘട്ടനമായി, പിരിമുറുക്കമായി, ഉത്കണ്ഠയായി മാറുന്നു. ഈ തരത്തിലുള്ള ഈ ഉത്കണ്ഠയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. കുട്ടിക്ക് പരീക്ഷ എടുക്കുമ്പോൾ മാത്രമുള്ള ഈ പരീക്ഷാ പേടിയിൽ തുടങ്ങിയ പിരിമുറുക്കം വരെ എത്തിയിട്ട് അതിനും ശേഷമുള്ള ഉത്കണ്ഠ എന്ന അവസ്ഥയിലേക്ക് കുട്ടിയെ തള്ളിവിട്ടത് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ സാമാന്യം നന്നായിട്ട് പഠിക്കാത്ത, ലെവൽ ഇത്തിരി താഴെയുള്ള, പഠന നിലവാരം കുറവുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ വലിയ തണുപ്പും വിറയലും ഒന്നും ഉണ്ടാവാറുമില്ല. കാരണം അവരത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാൻ പോകാത്തത് കൊണ്ടും അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. ഇനി പരീക്ഷയും മാർക്കും മാത്രമല്ല, ഇങ്ങനെ ഈ പിരിമുറുക്കവും അതുപോലെ അത് ഉത്കണ്ഠയായി മാറുകയും ചെയ്യുന്ന സാഹചര്യം പരീക്ഷാപ്പേടി മാത്രം കൊണ്ടുണ്ടാകുന്നതല്ല, അല്ലാതെയും കാരണങ്ങളുണ്ടാകാം. ഉദാഹരണത്തിനായിട്ട് ഒരു ഉപരിപഠനത്തിന് ഈ വിഷയം എടുക്കണോ ആ വിഷയം എടുക്കണോ, ഏതാണ് നല്ലത്, എന്തായിരിക്കും എനിക്ക് യോജിക്കുന്നത് തുടങ്ങിയുള്ള ചിന്തകൾ ഇങ്ങനെ പോകുന്നതും ഒരു പരിധി വരെ പിരിമുറുക്കമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നീടുള്ളത് സുഹൃത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൽ ഇടപെട്ടാൽ സുഹൃത്തിന് സന്തോഷം, പക്ഷേ എൻ്റെ കാര്യം പരിങ്ങലിലാണ്. ഞാൻ എന്തു വേണം? ഇടപെടാതിരിക്കണോ? അത് സുഹൃത്ത് ബന്ധത്തെ തന്നെ ഉലയ്ക്കും. ഇടപെട്ടാൽ എൻ്റെ കാര്യം വീട്ടിലറിയും, വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുകൊള്ളും. അതുമല്ല, പല പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ എന്തു വേണം? ഇടപെടണോ വേണ്ടായോ? ഈ ചിന്ത പോയാലും ചെന്നെത്തുന്നത് പിരിമുറുക്കത്തിലേക്കും തുടർന്ന് ഉത്കണ്ഠയിലേക്കും ആകാം. ഇനി സ്കൂളിലെ ഒരു അനുഭവം, ഒരു പ്രശ്നമുണ്ട്. അത് വീട്ടിൽ പറഞ്ഞാൽ ഇന്ന അവസ്ഥകളുണ്ടാവും. പറയാതിരുന്നാലോ?
അത് ചിലപ്പോൾ എന്നെ തന്നെ ബാധിച്ചേക്കും. ഞാൻ പറയണോ പറയാതിരിക്കണോ? പിന്നെ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടുകാരങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. കൂട്ടുകാർ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ ചെയ്താൽ അത് ശരിയാകുമോ എന്ന സംശയമുണ്ട്. ചെയ്യണോ ചെയ്യാതിരിക്കണോ, അതോ വീട്ടിൽ പറയണോ? ഇങ്ങനെ പലവിധ ചിന്തകൾ, അങ്ങനെ ആശയ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ടെൻഷനും ഒക്കെയായിട്ട് ഉത്കണ്ഠയിലെത്തുന്നു. ഏതാണ്ടൊരു രോഗാവസ്ഥയുടെ രീതിയിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള ചിന്തകളുടെ സമയത്ത് എനിക്ക് ആവശ്യത്തിന് സംരക്ഷണം ഇല്ല എന്ന തോന്നലോ, ഉള്ള സംരക്ഷണം നഷ്ടപ്പെടുമോ എന്ന തോന്നലോ, ഇനി അതല്ലാതെ ഈ ശിക്ഷ വല്ലതും കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന തോന്നൽ, ചെയ്താൽ ശിക്ഷ കിട്ടുമോ, ചെയ്യാതിരുന്നാൽ നഷ്ടങ്ങൾ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ, അവഹേളനം വല്ലതും അനുഭവിക്കേണ്ടി വരുമോ എന്ന തോന്നലുണ്ടാകാം. ഈ തോന്നലുകളെല്ലാം കൂടി കുട്ടിയുടെ മനസ്സിലെ ആന്തരിക പീഡയായി, പിരിമുറുക്കമായി, ടെൻഷനായി, ആകപ്പാടെ പേടിയായി, ഉത്കണ്ഠയായി മാറുന്നു. എന്തിനോ ഒരു പേടി, എന്താണെന്നറിയില്ല, ഒരു ഭയം, ആകെ ഒരു അസ്വസ്ഥത. കാരണം എന്താണെന്ന് നോക്കിയിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് വളർന്നു പോയി അതങ്ങ് ഉത്കണ്ഠയായി മാറുന്നു. ആ ഉത്കണ്ഠ തന്നെ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറാനും സാധ്യതയുണ്ട്. മാനസിക രോഗം, പിന്നെ എനിക്ക് രോഗമുണ്ടോ എന്ന ഒരു ശങ്ക മൂലം രോഗശങ്കാരോഗം എന്ന ഒരവസ്ഥയിലേക്കും ചെന്നുവിടാറുണ്ട്. ഇത് ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ മാത്രമല്ല, സ്വന്തം കഴിവും സ്വന്തം ലക്ഷ്യവും തമ്മിൽ പൊരുത്തപ്പെടാതിരിക്കുക. ഇത്രയൊക്കെ കഴിവുകളേ ഉള്ളൂ എന്ന വാസ്തവം. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനും ഉന്നത നിലവാരം പുലർത്താനും എല്ലാ കാര്യത്തിനും 1ാം റാങ്ക് വരാനും ഒക്കെയുള്ള ആഗ്രഹം ഒരു കാര്യം. ആത്മവിശ്വാസം പൊതുവെ ഒരു കുറവ്. ഇതൊക്കെ ആണെങ്കിൽ എന്ത് കാര്യത്തിലും മികച്ചു നിൽക്കണം, മികവ് ആഗ്രഹിക്കുന്നു. പരാജയം ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാവുന്നില്ല. ആഗ്രഹം വളരെയേറെയാണ്, അങ്ങ് അത്യാഗ്രഹമാണ്. കഴിവുകൾ ഇത്രയൊക്കെ ആണെങ്കിലും അത്യാഗ്രഹമാണ് എല്ലാം. പിന്നെ അമിതമായ മത്സരബോധം, മറ്റു കുട്ടികളെ ഒക്കെ തോൽപ്പിച്ച് മുന്നേറണം എന്ന തോന്നൽ. പിന്നെ അംഗീകാരത്തിനോ അഭിമാനബോധത്തിനോ എങ്ങാനും ക്ഷതമുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനൊക്കത്തില്ല. മറ്റൊന്ന്, ജന്മവാസനകളും ആദർശങ്ങളും തമ്മിലുള്ള ആന്തരിക പിടിവലി, ആന്തരിക പീഡയായി, പിരിമുറുക്കമായി, ഉത്കണ്ഠയായി മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ ജന്മവാസനകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, മൂത്രശങ്ക ഉണ്ടായാൽ മൂത്രം ഒഴിക്കണം. പക്ഷേ ഉണ്ടായാൽ ഉടനെ നിൽക്കുന്നിടത്ത് നിന്നൊന്നും ഇതൊന്നും സാധിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിനൊക്കെ ചില ആദർശങ്ങളും സംസ്കാര നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അവ തമ്മിലുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടിയെ ഉത്കണ്ഠയിലേക്ക് നയിക്കും. ഇനി ഈ ഉത്കണ്ഠ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ എന്ന് ചോദിച്ചാലും അറിഞ്ഞൂടാ. ഈ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ചാവാം, ചിലപ്പോൾ ആഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ചാവാം, മറ്റു ചിലപ്പോൾ ചെറിയ പ്രായത്തിലെങ്ങാനും സംഭവിച്ചു പോയിട്ടുള്ള ഏതോ സംഭവങ്ങളുടെ ഫലം ഉപബോധ മനസ്സിലേക്ക് അടിച്ചമർത്തി വിട്ടിരുന്നത് അവിടെ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരുതരം ദ്രോഹമാണ്. അതും ആന്തരിക പിടിവലിയിലേക്ക് എത്തുന്നു. അങ്ങനെ പോകുന്നു, അതൊരു പീഡയായി മാറുന്നു. അങ്ങനെ ആവാം. ഇനി ഈ കുട്ടിക്കാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്
കുട്ടിയും അറിയുന്നില്ല. അന്നതുണ്ടായി, വീട്ടിൽ പറയാൻ പറ്റിയില്ല, ആരോടും പറയാനൊക്കത്തില്ല, എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ വന്നിട്ട് ബോധപൂർവമായ ഒരു മറവിയിലൂടെ അതങ്ങ് അടിച്ചമർത്തി ഉപബോധ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പ്രശ്നമായിരിക്കും ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ അയാളുടെ സ്വഭാവത്തെയും രീതികളുടെയും പെരുമാറ്റത്തെയും വ്യവഹാരങ്ങളെയും ഇടപെടലുകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു സംഭവമായിരിക്കും. പക്ഷേ അത് ആർക്കും അറിയില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് ഉത്കണ്ഠ. ഇനി ഈ പിരിമുറുക്കവും ഉത്കണ്ഠയും കുട്ടികളിൽ മാത്രമല്ല, വലിയവരിലും ഉണ്ടാകാം. അതായത് സ്കൂളിൽ പോയ കുട്ടി ഇനി എത്തിയില്ല, അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വരേണ്ട സമയം കഴിഞ്ഞു, ഒരു വിവരവുമില്ല, കൂട്ടുകാരോ ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായിരിക്കും പ്രശ്നം? ബസ് കിട്ടാതെ പോയതാണോ, അതോ ബസ് ഇല്ലാതെ പോയതാണോ, അതോ ഒരു ബസ്സില്ലെങ്കിൽ അടുത്ത ബസ്സിന് കയറി വരാനുള്ള സമയവും കഴിഞ്ഞിരിക്കുന്നല്ലോ, നടന്നു വരാനെങ്ങാനും കൂട്ടുകാരികളുമായിട്ട് തുടങ്ങിയിട്ടുണ്ടാവുമോ, അങ്ങനെ നടന്നു വരുമ്പോൾ വഴിയിലെങ്ങാനും വല്ല മൃഗങ്ങളോ മറ്റെന്തെങ്കിലും ജന്തുക്കളോ വല്ല വട്ടിയോ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടെങ്ങാനും ഉണ്ടാവുമോ, അതുമല്ല ഇനി മനുഷ്യരെങ്ങാനും വല്ലതും ചെയ്തിട്ടുണ്ടാവുമോ, അക്കാര്യം ആലോചിക്കാൻ പോലും വയ്യ. മൃഗങ്ങളെക്കാളൊക്കെ എത്രയോ നിന്ദ്യമാണ്, ക്രൂരമാണ് മനുഷ്യമൃഗങ്ങളുടെ ആക്രമണം. ഇതെല്ലാം കൂടി ഓർത്തിട്ട് അമ്മയുടെ സമനില തന്നെ ഏതാണ്ട് തെറ്റുന്ന അവസ്ഥയായി. ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരുമോ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടും എവിടെ, അനക്കമില്ല, ഒരേ ഇരിപ്പ്. ഒന്ന് ചലിക്കണമല്ലോ. സന്ധ്യയായില്ലല്ലോ, മോളിങ്ങ് വന്നോളും. കൂട്ടുകാരികൾ മൊത്തം നടന്നു വരികയായിരിക്കും, അതാണ് താമസിച്ചത്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമാധാനിക്കാൻ പറഞ്ഞാലുണ്ടോ? ഭാര്യ സമാധാനിക്കുന്നു, അവളിങ്ങനെ ബഹളം വെച്ചോണ്ടേയിരിക്കും. അതങ്ങനെ തുടരട്ടെ, അല്ലാതെ ഒന്നും കാര്യമില്ല എന്ന് വളരെ സമാധാനത്തോടു കൂടിയിരിക്കുന്ന അച്ഛനും സമാധാനം എന്തെന്നറിയാൻ പറ്റാത്ത അമ്മയും. ഇവിടെ സാഹചര്യം രണ്ടുപേർക്കും വന്നത് ഒന്ന് തന്നെയാണ്. മകള് വരാൻ താമസിക്കുന്നു, ഒരേ സാഹചര്യം. പക്ഷെ ഒരാളുടെ ഉത്കണ്ഠ അങ്ങേയറ്റവും ഒരാളുടെ ഉത്കണ്ഠ ഇങ്ങേയറ്റവും. അതിൻ്റെ അർത്ഥം സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, വ്യക്തികളുടെ മനോനില അനുസരിച്ചിട്ടാണ് ഈ ഉത്കണ്ഠയുടെ തീവ്രത ഉണ്ടാകുന്നതല്ല, തീവ്രത കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഉത്കണ്ഠയുടെ മറ്റൊരു രൂപമാണ് കാരണമറിയാത്ത ഭീതി. മുമ്പേ നമ്മൾ എവിടെയോ കണ്ടു, എന്തെന്നറിഞ്ഞില്ല, എന്തോ ഒരു പേടി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ കാരണമറിയാത്ത ഒരു ഭീതി, ഒരു ദുർഭീതി. യഥാർത്ഥവും ഈ ഭീതിയും അതിനുള്ള കാരണമൊന്നും തമ്മിൽ പൊരുത്തപ്പെടുന്നുമില്ല. കാരണം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ആവൽക്കരമൊന്നും അല്ലാത്ത ചില കാര്യങ്ങളെപ്പറ്റി കേൾക്കുമ്പോഴൊരു പേടി, കണ്ടാൽ അതിലും പേടി, ഓർക്കുമ്പോൾ തന്നെ പേടി. എന്നാൽ അതൊന്നും ആരെയും ഉപദ്രവിച്ചിട്ടുള്ളതായിട്ടോ നമുക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുള്ളതായോ ഒന്നും അറിവില്ല. പക്ഷെ എന്തോ ഒന്നിനെക്കുറിച്ചുള്ള അകാരണമായ ഒരു പേടി. അതിന് യുക്തിയില്ല, കാരണമില്ല, മറ്റൊന്നുമായിട്ടും ബന്ധമില്ല. ഈ ഒരു ചിലപ്പോൾ ചില പ്രത്യേക വസ്തു, ചില പ്രത്യേക ജന്തുക്കൾ, അതിനോടൊക്കെ മാത്രമുള്ള ഈ ഒരു ഭീതി. ഉദാഹരണത്തിന് ഒരു ചെറിയ കുട്ടി കുളിക്കാനായിട്ട് കയറി കഴിഞ്ഞിട്ട് അലറി വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടും. കാരണം അന്വേഷിച്ചൊക്കെ ചെല്ലുമ്പോഴെന്താ, ഒന്നുകിൽ അവിടെ എവിടെയോ ഒരു പാറ്റായെ കണ്ടു, അല്ലെങ്കിൽ ഒരു എട്ടുകാലിയെ കണ്ടു. ഈ എട്ടുകാലിയോ പാറ്റായോ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല എന്ന് കുഞ്ഞിനും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ എന്ന് ചോദിച്ചാൽ അതാണ് അറിയാൻ വയ്യാത്തത്. അത് അങ്ങനെയുള്ളതിനെ ജന്തുഭീതി എന്ന് പറയാം. ഇനി ഒരു കുട്ടി തന്നെ അല്ല, വലിയവർക്കും ഉണ്ടിത്. താൻ ഉയരത്തിലാണ് എന്ന് മനസ്സിലാകുമ്പോൾ തുടങ്ങും ഭീതി. ഈ ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവിടുന്ന് വീണു പോകാൻ ഒരു സാധ്യതയുമില്ല,
ഒരു തരത്തിലും ഒരാക്രമണങ്ങളും ഉണ്ടാകില്ല, ഒരപകടങ്ങളും ഉണ്ടാകില്ല. ബാക്കി എത്രയോ ആളുകൾ ഈ ഇതേ ഉയരത്തിൽ എന്നോടൊപ്പം ഉണ്ട്. പക്ഷേ കുട്ടിക്ക് പേടിയാണ്. എന്ത് പേടി? അതറിഞ്ഞൂടാ. അങ്ങനെ ജന്തുഭീതിയുണ്ട്. ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ പേടി. അതേസമയം അടച്ചിട്ട മുറിയിൽ, ആ മുറിക്കകത്ത് വേറെ ആരുമില്ല എന്നും, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും, ജന്തുക്കളോ പക്ഷികളോ അങ്ങനെ ഉപദ്രവിക്കാൻ പാകത്തിനുള്ള യാതൊന്നുമില്ല, ഒരു കുഴപ്പവുമില്ല എന്നത് യുക്തി, ബുദ്ധി. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കുട്ടി അങ്ങനെ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങും. ഇനി ഇത് അടച്ചിട്ട മുറിയുടെ കാര്യം. തുറന്ന സ്ഥലത്ത് നിന്നാലും ചിലർക്ക് പേടി വരും. തുറന്ന സ്ഥലത്തെയാണ് അല്ല പേടി, അത് എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ. ഇനി ഇരുട്ട് കണ്ടാൽ പേടിക്കുന്നവർ വേറെ. അടച്ചിടണമെന്നൊന്നുമില്ല, ഇരുട്ടായാൽ മതി, വെറുതെ ഒരു പേടി. എന്ത് പേടിയാണെന്ന് അറിഞ്ഞൂടാ. രക്തം കണ്ടാൽ അലറി വിളിച്ച് ബോധം കെട്ട് മറിഞ്ഞു വീഴുന്നവർ വരെയുണ്ട്. എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി ജീവനില്ലാത്ത ആ രക്തത്തിൻ്റെ തുള്ളികൾ ആരെ എന്ത് ചെയ്യാനാണ്? ഒന്നുമില്ല എന്ന കാര്യം ബുദ്ധിയാണ്, യുക്തിയാണ്. പക്ഷേ മറിഞ്ഞടിച്ച് നിലത്ത് വീഴുന്ന ആളുകൾ വരെയുണ്ട് രക്തം കണ്ടാൽ. എന്നാൽ അതിൻ്റെ യുക്തിഹീനതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവർ തലകുലുക്കി കേൾക്കുകയും ചെയ്യും. പിന്നെ ജലം, അതായത് വെള്ളം വളരെ വിശാലമായിട്ട് ജലം ഇങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ചുമ്മാ അങ്ങ് പേടിക്കും. ജലം കയറി വന്ന് എന്നെ ഉപദ്രവിക്കില്ലെന്ന് കുട്ടിക്കറിയാം. ഇതൊക്കെ ആണെങ്കിലും പിന്നെ അതുപോലെ എനിക്ക് എന്തോ രോഗമുണ്ടോ, ഈ പറയുന്ന അതേ എന്തൊക്കെയോ ലക്ഷണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടു, അതൊക്കെ എനിക്കുണ്ടോ എന്ന ഒരു ഭീതി, രോഗഭീതി. രോഗമുണ്ടോ എന്ന ശങ്ക എന്ന രോഗമായിട്ട് മാറുന്ന കാര്യവുമുണ്ട്. അത് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. ഒരു രോഗമുണ്ടോ എന്ന ഭീതി, അത് ഇങ്ങനെ അത് കഴിക്കാമോ, ഇത് കഴിക്കാമോ, അതിനകത്ത് കുഴപ്പമുണ്ടോ, ഇതിനകത്ത് കുഴപ്പമുണ്ടോ, എൻ്റെ ശരീരം പോക്കാണോ, അയ്യോ ഞാൻ. അത് കഴിഞ്ഞാൽ അടുത്ത ഒരു സെറ്റ് ആൾക്കാരുടെ പേടി മരണം, ഞാൻ മരിച്ചു പോകുമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതെല്ലാം അപകടമാണ്, എല്ലാം അബദ്ധമാണ് എന്നൊക്കെയുള്ള ഇത് എൻ്റെ ശരീരത്തെ ബാധിക്കുന്നു, ഞാൻ മരിച്ചു പോകും, അത് മരണഭീതി. അങ്ങനെ പല വ്യക്തികൾക്കും പല ഭീതികളുമുണ്ട്. അല്പമൊക്കെ എല്ലാവർക്കും ഉണ്ടായേക്കാം, പക്ഷേ അത് കൊണ്ടു നടക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല, വലിയ ഭീതിയുള്ള ഇതിനെയാണ് നമ്മൾ ഈ കാരണമില്ലാത്ത ഭീതി, അല്ലെങ്കിൽ യുക്തിരഹിത ഭീതി, അല്ലെങ്കിൽ ഫോബിയ എന്ന് ഇംഗ്ലീഷിലും പറയും. ഇതിനൊക്കെ എന്താണൊരു മാർഗം? കുട്ടികളിൽ അല്ലെങ്കിൽ മറ്റ് ആളുകളിൽ ഉണ്ടാകുന്ന ഈ ഭീതി അകറ്റുവാൻ, ഇല്ലാതാക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയും? അതായത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഭീതിയുള്ള വസ്തുവിനോട്, ഇതിനോട് പ്രത്യേകിച്ച് ഭയം ഒന്നും ഇല്ലാത്ത ആളുകൾ അടുത്ത് പെരുമാറുന്നത് ഈ ഭീതിയുള്ള ആളുകൾ കാണാനുള്ള അവസരം കൊടുക്കുക. അടുത്ത് പെരുമാറുമ്പോൾ ഈ ഭീതിയുള്ള ആളുകളെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ട് ഈ വസ്തുവുമായിട്ട് അടുത്ത് പെരുമാറുകയും തൊടുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രമേണ ഈ ആളിനെ കൂടി ഇത്തരം കാര്യങ്ങളിൽ സഹകരിപ്പിക്കുക. കുട്ടിയോടൊപ്പം ഭയപ്പെടുന്ന വസ്തുവിനെ സ്പർശിക്കുകയോ നീക്കുകയോ അനക്കുകയോ ഒക്കെ ചെയ്യുന്നത് കുട്ടിക്കൊപ്പം നിന്നുകൊണ്ടാവുകയും ക്രമേണ കുട്ടിക്കും തൊടാനും മറ്റുമൊക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യാം. ഈ എലി, പൂച്ച തുടങ്ങിയുള്ള മൃഗങ്ങളോ പാറ്റ, എട്ടുകാലി തുടങ്ങിയുള്ള ജന്തുക്കളെയൊക്കെയാണ് ഭയക്കുന്നതെങ്കിൽ മറ്റാളുകൾ ഈ ഭീതിയുള്ള ആളുകളെയും കൂട്ടി ഈ ജന്തുക്കളുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ആ ജന്തുക്കൾ ഈ കുട്ടിയെ കണ്ട് ഭയന്ന് ഓടുന്നത് കാണിച്ചു കൊടുത്തിട്ട്, നോക്കൂ നമുക്ക് അവരെയാണോ പേടി, അവർക്ക് നമ്മളെയാണോ എന്ന്, നമ്മൾ അവരെ ഉപദ്രവിക്കും എന്ന പേടി കൊണ്ടാണ് അവർ ഓടിപ്പോയത്. അപ്പോൾ നമുക്ക് അവരെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അത്തരം ജന്തുക്കളോടും മൃഗങ്ങളോടും
അടുത്ത് പെരുമാറാൻ ഇവരെ കൂടി സഹകരിപ്പിക്കുക, ഒപ്പം നിന്ന് ചെയ്യുക. ക്രമേണ അവരും ടച്ച് ചെയ്യാനും മറ്റുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ഈ പേടി മാറുകയും ചെയ്യും. ഇനി ഓടിച്ചാടി നടന്ന് കളിച്ചിട്ട് കുറേ നേരമായി ഓടി വന്ന് വീട്ടിൽ കയറി വരുമ്പം മോന് വയ്യാൻ തോന്നുന്നില്ല, എന്തെങ്കിലും വയ്യാതെയുണ്ടോ? ഇല്ലമ്മ, എനിക്ക് ഒന്നുമില്ല. അതായത് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മുതൽ ഓടാൻ വിടത്തില്ലല്ലോ. അതുകൊണ്ട് സത്യം തുറന്നു പറയും. എന്നാൽ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഇത്രയും ഓടിയിട്ട് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു രോഗവും ഇല്ല എന്നാണ്. അപ്പോൾ രോഗമേ ഇല്ല. അങ്ങനെ ക്രമേണ ഓരോ ഉദാഹരണങ്ങൾക്കും നിങ്ങളും പരിചയപ്പെടുത്തുകയും അതുമായിട്ട് സഹകരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്ത് നമുക്ക് അകറ്റാവുന്നതാണ്. അതുപോലെ രോഗം ഇല്ല എന്നതുകൊണ്ട് തന്നെ കുട്ടികൾ മരിക്കുകയുമില്ല. അപ്പോൾ മരണഭീതിയുടെ ആവശ്യമില്ല. രോഗമില്ല എന്നതുകൊണ്ട് കുട്ടികൾ രോഗമുണ്ടെങ്കിലേ മരിക്കൂ. മോനാണെങ്കിൽ ഒരു രോഗവും ഇല്ലല്ലോ, പിന്നെന്തിനാ അങ്ങനെ മരിക്കുക എന്ന സംഭവവും ഉണ്ടാകില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കാം? ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ രക്ഷിതാക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന ഒരൊറ്റ രീതി കൊണ്ട് ചെറിയ പ്രായത്തിൽ മനസ്സിലൊന്നും ഒളിച്ചു വെക്കാതിരിക്കുക. ഒരു രഹസ്യം ഒളിച്ചു വയ്ക്കാൻ തുടങ്ങിപ്പോയാൽ ജീവിതത്തിൽ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടും. ആ അവസ്ഥ ഉണ്ടാകാതെ രക്ഷിതാക്കളുമായി സഹോദരങ്ങളുമായി കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെറിയ പ്രായത്തിലെ ഗ്രഹാന്തരീക്ഷം മാറ്റിയെടുക്കാം. അതിന് രക്ഷിതാക്കളും കുട്ടിയോടൊപ്പം സഹപഠിതാവായി ഏതാണ്ട് സുഹൃത്തായി സഹപഠിതാവായി അങ്ങനെ ചെറുപ്പം മുതൽ വന്നാൽ ഇതൊക്കെ സാധ്യമാകും. ഇത്തരത്തിലുള്ള ഭീതികളെയൊക്കെ അകറ്റുവാനും ആദ്യം രക്ഷിതാക്കളോട് തുറന്ന മനസ്സോടെ പെരുമാറാൻ പഠിക്കുന്ന കുട്ടിയെയും കൊണ്ട് രക്ഷിതാക്കൾക്ക് ഇത്തരം ഭീതികളെയൊക്കെ ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ തുറന്ന മനസ്സോടെ രക്ഷിതാക്കളോട് സംസാരിക്കുക എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് കുട്ടിയുടെ മനസ്സിനെ ബാധിച്ചേക്കാവുന്ന ധാരാളം മിക്കവാറും അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ ചെറുപ്പത്തിലെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. അതിന് സാധിക്കട്ടെ. താങ്ക് യു.